ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ആൻഡമാൻ നിക്കോബാർ എന്നിവിടങ്ങളിലെ SIR കരട് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ഛത്തീസ്ഗഡിൽ 50 ലക്ഷം പേർ പുറത്താകുമെന്നാണ് റിപ്പോർട്ട്. മധ്യപ്രദേശിൽ 42 ലക്ഷം വോട്ടർമാരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെട്ടി. കരട് പട്ടികയിലെ പരാതികൾ ജനുവരി 22 വരെ സ്വീകരിക്കും. അബ്ദുൾ റഷീദ് ചേരുകയാണ്. റഷീദ്, എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ തോതിൽ വോട്ടർമാർ പട്ടികയ്ക്ക് പുറത്തു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമി, ബീഹാർ SIRന് സമാനമായിട്ടുള്ള വോട്ട് വെട്ടൽ തന്നെയാണ് മറ്റു സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഛത്തീസ്ഗഡ്, അതോടൊപ്പം മധ്യപ്രദേശ്, ഗുജറാത്ത്, ബംഗാൾ, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കിന് വോട്ടർമാരെയാണ് ഇപ്പോൾ കരട് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കാൻ പോകുന്നത് എന്നുള്ള പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇന്ന് ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ആൻഡമാൻ നിക്കോബാർ, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ കരട് വോട്ടർ പട്ടിക പുറത്തുവിടുകയാണ്. നിലവിൽ ഛത്തീസ്ഗഡിൽ മാത്രം 50 ലക്ഷത്തിലധികം വോട്ടർമാരെ പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. അതോടൊപ്പം തന്നെ മധ്യപ്രദേശിൽ 42 ലക്ഷം പേരെയാണ് വെട്ടിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കും. ഈ കണക്കുകൾ വന്നാൽ മാത്രമാണ് എത്ര പേർ നിലവിൽ പുറത്തായിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. എന്തായാലും എത്ര പേരെ പുറത്താക്കിയിട്ടുണ്ട്, പുറത്താക്കിയവരുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങൾ വ്യക്തമാക്കണമെന്നുള്ള സുപ്രീം കോടതി കർശനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനും നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 4 ഘട്ടങ്ങളിലായിട്ട് അല്ലെങ്കിൽ 4 കാറ്റഗറി ആയിട്ട് കൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കഴിഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ കരട് വോട്ടർ പട്ടിക പുറത്തുവിട്ട സമയത്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ ഏറെ പ്രധാനപ്പെട്ടത് മരണപ്പെട്ടവർ, അതോടൊപ്പം വീട് മാറി താമസം മാറിയവർ, മറ്റൊന്ന് കണ്ടെത്താനാവാത്തവർ, അതോടൊപ്പം തന്നെ അതർ എന്ന് പറയുന്ന മറ്റുള്ളവ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാറ്റഗറി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു വിവരം പുറത്തുവിടണം എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരുകൾ, പ്രത്യേകിച്ചും പ്രതിപക്ഷ സംസ്ഥാന സർക്കാരുകളൊക്കെ തന്നെയും ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും 25 ലക്ഷം വോട്ടർമാരെയാണ് കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് കേരളം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സുപ്രീം കോടതിയും അറിയിച്ചിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നിരവധി വോട്ടർമാർ പുറത്താവുകയും ചെയ്യും. സമാനമായിട്ടുള്ള നീക്കം തന്നെയാണ് ഗുജറാത്തിലും ബംഗാളിലും ഉണ്ടായിരുന്നത്. ബംഗാളിൽ 58 ലക്ഷം വോട്ടർമാരെയാണ് പുറത്താക്കിയിട്ടുള്ളത്. ഗുജറാത്തിൽ 50 ലക്ഷം വോട്ടർമാരെ പുറത്താക്കുമെന്നുള്ള പ്രാഥമിക വിവരങ്ങൾ. മറ്റു സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് SIR നടപടികൾക്ക് ശേഷമുള്ള കരട് വോട്ടർ പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ജനുവരി 22 വരെ ഈ കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കും. പിന്നീട് ഫെബ്രുവരി 22-നായിരിക്കും അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. ഈ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷമായിരിക്കും കേരളം അടക്കമുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുക. ഷമി.